മെസ്സി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞു, ഇപ്പോൾ വരില്ലെന്ന് പറയുന്നു. നഷ്ടം ആർക്കാണ്? രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താനായി നിലവിലെ ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തിരിച്ചടി ഭരണകൂടത്തിന് ഏറ്റിട്ടുണ്ടല്ലോ. ഡോണ്ട് മെസ് വിത്ത് മെസ്സി എന്ന് വേണമെങ്കിൽ തുടക്കത്തിൽ സൂചിപ്പിക്കാം. മെസ്സി പലതും അറിയുന്നില്ല. അറിഞ്ഞു എങ്കിലും അതേക്കുറിച്ച് പ്രതികരിക്കാൻ തക്ക വലിപ്പം ഈ ചായക്കോപ്പയ്ക്കില്ല, അതിനുള്ളിലേക്ക് കൊടുങ്കാറ്റില്ല. പക്ഷേ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് മെസ്സി. ലോകത്ത് കേരളം എന്ന ഒരു നാടുണ്ട് എന്ന് ലോകം അറിയുന്നതിൻ്റെ ഒരടിസ്ഥാനം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ലോകത്തെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന മറ്റൊരു ചെറിയ പ്രദേശത്ത് അധികാരത്തിൽ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനം, അറിയപ്പെടുന്ന ഒരു സംസ്ഥാനത്ത്, രാജ്യത്തല്ലെങ്കിൽ പോലും സംസ്ഥാനം തെരഞ്ഞെടുപ്പിലൂടെ 1956 അധികാരത്തിൽ വന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ്. ആ സെൻസിലാണ് കേരളം ലോകത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണ്. ഇനി അർജന്റീനയെ കുറിച്ച് നോക്കൂ. മെസ്സി അർജന്റീനയുടെ ഐക്കോൺ താരമാണല്ലോ, എക്കാലത്തെയും വലിയ താരമാണ്. മാറഡോണ ആൻഡ് മെസ്സി, ഈ രണ്ട് താരങ്ങളാണല്ലോ ഓരോ കാലഘട്ടത്തിന്റെ മുഖങ്ങളായി അർജന്റീനൻ ഫുട്ബോളിൽ, ലോക ഫുട്ബോളിൽ തന്നെ വലിയ മേൽവിലാസമുള്ള പേര്. ഇപ്പൊ നിലവിൽ അർജന്റീനയിൽ നിന്നും എടുത്തു കാണിക്കാൻ മെസ്സിയേക്കാൾ വലിയൊരു പേരില്ല. ഇനിയെങ്കിൽ അർജന്റീനയ്ക്ക് ഒരു പൊളിറ്റിക്കൽ കൺവിക്ഷൻ ഉണ്ട്. പലപ്പോഴും ലാറ്റിൻ അമേരിക്കൻ മണ്ണ് വിപ്ലവ മണ്ണാണെന്നാണ് പറയുന്നത്. അത് ബ്രസീലും അർജന്റീനയും ചിലിയും പരാഗ്വേയും പെറുവും ഉറുഗ്വേയും എല്ലാം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം തന്നെ ഇടതുപക്ഷങ്ങളെ പുൽകി. വെനിസുലയൊക്കെ ഒന്നാം തരം ഉദാഹരണമാണ്. പലപ്പോഴും അമേരിക്കൻ വിരുദ്ധതയുടെ ഒരു കുന്തമുനയും ഈ ലാറ്റിൻ അമേരിക്ക, സെൻട്രൽ അമേരിക്ക, ഇതെല്ലാം ഹിസ്പാനിക് മേഖലകളാണ്. പോർച്ചുഗൽ എന്ന് പറയുന്നത് പോർച്ചുഗൽ മേഖലയാണ്. ബ്രസീൽ മറ്റെല്ലാം തന്നെ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന മേഖലയാണ്. പക്ഷേ അർജന്റീനയെ കുറിച്ച് കുറച്ചുകൂടി അടുത്തറിയുമ്പോൾ CPI ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന ചില ലോക വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളുണ്ട്. ഉദാഹരണത്തിന് പലസ്തീൻ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുണ്ട്. ഇസ്രയേലിന് എതിരായും പലസ്തീന് അനുകൂലമായും, ഹമാസിന് അനുകൂലമായി എന്ന് പറയുന്നത് ശരിയല്ല, പലസ്തീൻ അനുകൂലമായി എടുക്കുന്ന സ്വതന്ത്ര പരമാധികാര പലസ്തീൻ വേണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് തത്വത്തിൽ പറയുമ്പോഴും കുറച്ചുറക്കെ തങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ ആർജവം കാട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹമാസിന്റെ തന്നെ ചില നേതാക്കളെ വിളിച്ചുകൊണ്ട് കോഴിക്കോട് കടൽപ്പുറത്ത് ഈ സംസാരിക്കുന്നത് ലോകം കേട്ടതാണ്, കണ്ടതാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ഇല്ലേ? ചില മതവിഭാഗങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ട്. ഇതിനെത്രത്തോളം സൈദ്ധാന്തിക അടിത്തറയുണ്ട് എന്നത് മറ്റൊരു കാര്യം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില വിഭാഗങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി ഇടതുപക്ഷം കാട്ടുന്ന പണി. മെസ്സിയെ കൊണ്ടുവരുന്നതും യുവാക്കളിലേക്ക് വളരെ വേഗം കടന്നു കയറാറുണ്ട്. യുവാക്കളിലേക്ക്, ഒരു നോൺ പൊളിറ്റിക്കൽ ക്ലാസ്സിലേക്ക്, യൂത്തിലേക്ക്, ജെൻസിയിലേക്ക്, പെട്ടെന്ന് ആദ്യ വോട്ടർമാരിലേക്ക്, ആദ്യമായി വോട്ടവകാശം ലഭിക്കുന്ന വിഭാഗങ്ങളിലേക്ക്, അതുമാത്രമല്ല പരമ്പരാഗതമായി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മലബാർ മേഖല, എല്ലായിടത്തും കേരളം ഒമ്പാടും, കൂടുതലായി മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള CPMന് ബാലികേറ മലയായ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങൾ, അവിടേക്കെല്ലാം കടന്നു കയറാനുള്ള ഒന്നാം തരം വിടവാണ് മെസ്സി, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മെസ്സി. ഇപ്പം മെസ്സിയെ കൊണ്ടുവരുന്നു. അബ്ദുറഹ്മാൻ, അല്ലെ, CPM പിന്തുണയുള്ള സ്വതന്ത്ര MLA മന്ത്രി, അദ്ദേഹം അതിനുവേണ്ടി ചരട് വലിക്കുന്നു. ഒരു പ്രമുഖ ദൃശ്യമാധ്യമം അതിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, സ്പോൺസറായി കടന്നു വരുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരം മെസ്സിയെ വരവേൽക്കാൻ ആദ്യം ഒന്ന് അണിഞ്ഞൊരുങ്ങി എന്ന് പറയാനാവില്ലെങ്കിലും ഒരുങ്ങി. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം. പിന്നീട് പല കാരണങ്ങളാൽ മലബാറിൽ നിന്നും വരേണ്ട ജനത്തിന് കൂടെ എത്താനുള്ള സൗകര്യം എന്ന രീതിയിലാവാം കൊച്ചിയിലെ പ്രധാനപ്പെട്ട സ്റ്റേഡിയം അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നത് ആ സ്റ്റേഡിയത്തിന് അതിനുള്ള ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. അത് മാത്രമല്ല അർജന്റീന ടീമുമായുള്ള ആശയവിനിമയം എങ്ങനെയാണ്, ഇടനിലക്കാർ വഴി ആണ്. പക്ഷേ അത് അത്ര സുഗമമായിരുന്നില്ല എന്നാണ്. ഇനി ലോകകപ്പ് വരുന്നതിന് മുൻപ് 2 ലെവൽ ഓഫ് പരിശീലന മത്സരങ്ങളുണ്ട്. അർജന്റീന കളിക്കണം 2 വേവ്സ് ഓഫ് 2 മത്സരങ്ങൾ വീതം. ലോകകപ്പ് തുടങ്ങേണ്ട 2026 മധ്യത്തിൽ തൊട്ട് മുൻപുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 ടീമുകളുമായി പരിശീലന മത്സരത്തിൽ ഏർപ്പെടാൻ അർജന്റീനന് കഴിയും. അതിനു മുമ്പ് ഈ നവംബറിൽ, ഇനി അടുത്ത മാസം 2 ടീമുകളുമായി പരിശീലന മത്സരത്തിന് ഏർപ്പെടാൻ അർജന്റീനയ്ക്ക് ഫിക്ചർ അനുസരിച്ച്, ഫിഫ നിബന്ധനകൾ അനുസരിച്ച് സാധിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ,
അർജന്റീന, ഇനി ഫുട്ബോളിംഗ് ആംഗിളിൽ രാഷ്ട്രീയം മാറ്റി നിർത്തി ഫുട്ബോളിംഗ് ആംഗിൾ ചോദിച്ചോട്ടെ, അർജന്റീന ടീം ലോക ജേതാക്കളാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. അവർ കളിക്കാൻ ആഗ്രഹിക്കുന്നത് ലോകകപ്പിന് യോഗ്യത നേടിയിട്ടില്ലാത്ത ഏതെങ്കിലും ടീമുമായി ഏഷ്യൻ വൻകരയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനമായ കേരളത്തിന്റെ പ്രത്യേക തരം വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള ഇവിടെയാണോ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്, അതോ അമേരിക്കൻ മണ്ണിൽ ലോകകപ്പ് നടക്കുന്ന വേദിയോടടുത്തുള്ള ഇടങ്ങളിൽ, അതേ കാലാവസ്ഥയുള്ള ഇടങ്ങളിൽ ലോകകപ്പ് യോഗ്യത നേടിയ ടീമുകളുമായിട്ടാണോ മത്സരിക്കാൻ താല്പര്യപ്പെടുക? ഇത് ആരുടെയും ചോദ്യമാണ്. അപ്പൊ അവിടെ എങ്ങനെ അർജന്റീന മാത്രം വന്നുകൊണ്ട് കാര്യമില്ല. അർജന്റീനയോടൊപ്പം ഓസ്ട്രേലിയ ഒരുപക്ഷെ കളിക്കാൻ വന്നേക്കാം. ഓസ്ട്രേലിയ യോഗ്യത നേടിയിട്ടുണ്ടല്ലോ. രാഷ്ട്രീയം പറയുമ്പോഴാണ് ലാലിസവും മെസ്സിയും തമ്മിൽ കൂട്ടിയിണക്കാമല്ലോ. ലാലിസം ഒരു സാധ്യതയാണ്. ലാൽസലാം എന്നത് ഈ ഇടതുപക്ഷത്തിന്റെ അഭിവാദ്യ വാചകമാണല്ലോ. പരസ്പരം കാണുമ്പോൾ സഖാക്കന്മാർ പരസ്പര വിപ്ലവ അഭിവാദ്യങ്ങൾ നൽകുന്നത് ലാൽസലാം എന്ന പേരില്ല. തെറ്റൊന്നുമില്ല. ലാലിനൊരു സല്യൂട്ട്. കേരളത്തിന്റെ പ്രിയപ്പെട്ട ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വിന്നറായ ലാലിന് സ്വീകരണം ഒരുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവിടെ മോഹൻലാലിനേക്കാൾ തലപ്പൊക്കത്തിൽ ആദരിക്കപ്പെടുന്ന, ഫ്ലെക്സിലാണെങ്കിൽ പോലും ആദരിക്കപ്പെടുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആകുന്നു എങ്കിൽ അതിൽ ചെറിയൊരു രാഷ്ട്രീയം വേണമെങ്കിൽ ആരോപിക്കാം. ഒരു സാധ്യത ഇവിടെയാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിനൊന്നും ഇടയില്ലാത്ത രീതിയിൽ ഒരു സാധ്യത കാണുകയാണ്. മോഹൻലാലിന്റെ മുഖം 4 വോട്ട് കൊണ്ടുവരുമെങ്കിൽ മോഹൻലാലിന് ഒരു പക്ഷേ രാഷ്ട്രീയം ഉണ്ടാവില്ല. മോഹൻലാലിന്റെ ആനക്കൊമ്പ് വിവാദം ഉൾപ്പെടെയുള്ള വിവാദം എങ്ങനെയാണ് ഭരണകൂടത്തെ ബാധിക്കുന്നത്, അതിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, പോലീസ് എടുക്കുന്ന നിലപാട്, ഇതൊക്കെ ഒരു പരിധിവരെ വോട്ടായി അനുകൂലമായോ പ്രതികൂലമായോ ഒക്കെ മാറാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷേ മോഹൻലാൽ അല്ലെങ്കിൽ ലാലിസം അല്ലെങ്കിൽ ലാൽ സലാം എന്ന പ്രയോഗത്തിലൂടെ ലാലിനെ തങ്ങൾക്കാക്കി അങ്ങ് മാറ്റുക. മമ്മൂട്ടിയെ മുൻപ് തന്നെ ഏറ്റെടുത്ത, അപ്പം എല്ലാവരെയും ഏറ്റെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇടതുപക്ഷത്തിന് മനസ്സ് വളർന്നതാണോ മെസ്സിയെ? ഇടതുപക്ഷക്കാരനാണ് മെസ്സി. പലസ്തീൻ അനുകൂല നിലപാട് പറഞ്ഞ ആളാണ്. അർജന്റീന ഒരുപക്ഷെ ഈ പലസ്തീൻ കോസിനോടൊപ്പം ഐക്യരാഷ്ട്ര സംഘടനയിലെ വോട്ടെടുപ്പിൽ അർജന്റീന എന്ന രാജ്യം ഈ അമേരിക്കയോടൊപ്പം നിന്ന 11 രാജ്യങ്ങളിൽ ഒന്നാണ് അർജന്റീന എന്ന് ഓർക്കണം. ലാറ്റിൻ അമേരിക്കയിലെ മിക്ക രാജ്യങ്ങളും, ബ്രസീൽ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളും പലസ്തീൻ കോസ്റ്റിനെ പലസ്തീൻ സ്വതന്ത്ര പരമാധികാര രാജ്യമാകണം എന്ന് നിലപാടെടുത്തപ്പോൾ 156 രാജ്യങ്ങളാണ് നിലപാടെടുത്തത്. അർജന്റീന വിട്ടുനിന്ന അല്ലെങ്കിൽ മാറി നിന്ന, എതിർത്ത് വോട്ട് ചെയ്ത 11 രാജ്യങ്ങളിൽ ഒന്നാണ് അർജന്റീന. അതുകൊണ്ട് അർജന്റീന ഇടതുപക്ഷ വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന കോസിന് വിരുദ്ധമാണ്, പാലസ്തീൻ കോസിന് അനുകൂലമല്ല. അതുകൊണ്ട് മെസ്സിയെ വിലക്കണം, മെസ്സിയുടെ വരവ് സ്വീകാര്യമല്ല എന്ന് വരെ കേരളത്തിൽ ചില ചിന്തകൾ ഉണ്ടായി. മെസ്സി പാവം, ഇത് വല്ലതും അറിയുന്നുണ്ടോ മെസ്സി? ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല. അതാണ് കേരളത്തിലെല്ലാം ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ചെറിയ കാര്യം പോലും വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ വിവാദം. അവിടെയാണ് PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള, PM ശ്രീയെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനല്ല ഞാൻ സമയം ചെലവഴിക്കുന്നത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായ കാർക്കശ്യത്തോടെ അല്ലെങ്കിൽ ആർജവത്തെ, കാർക്കശ്യം എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ആർജവം എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ആർജവത്തോടെ ഒരു നിലപാടെടുത്തുകൊണ്ട് കേന്ദ്ര പദ്ധതിയെ സൈദ്ധാന്തികമായി തന്നെ കാണുകയും, അല്ലാതെ സാമ്പത്തിക കണ്ണോടുകൂടിയല്ല, വേറെ നിവൃത്തിയില്ല, പണം കിട്ടണമെങ്കിൽ PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുകയും അതിന്റെ ഷോക്കേസിംഗ് പോയിന്റായ PM ശ്രീയെ ഉൾപ്പെടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന പ്രായോഗിക നിലപാട്. ഇപ്പോൾ CPM എടുക്കുന്ന പല നിലപാടുകളും വളരെ പ്രായോഗിക നിലപാടാണ്. പക്ഷെ പ്രായോഗിക നിലപാടെടുക്കുമ്പോൾ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ മനസ്സുള്ളവർ എങ്ങനെയാണ് എന്നോട് പ്രതികരിക്കുന്നത്? CPM നല്ല കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ പലരും ഇപ്പോൾ CPM-നോടൊപ്പം ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എത്രയോ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ, മറ്റൊരിടത്തും ചേരാതെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ CPM-നോടൊപ്പമുള്ള സഹയാത്രികരല്ല. ഇപ്പോൾ കഠിനമായി CPM-നെ പലപ്പോഴും വിമർശിക്കുന്നതും ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ വന്ന് പരസ്യമായി വിമർശിക്കുന്നതും കഠിനമായ നിലപാടുകൾ CPM-നെതിരെ എടുക്കുന്നവർ കമ്മ്യൂണിസ്റ്റിനെതിരെയല്ല, CPM-നെതിരെ എടുക്കുന്നത് മുൻ കമ്മ്യൂണിസ്റ്റ് അല്ല, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകളാണ്, ആ കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുതിയ ഒരു എന്താ പറയുക, നവലിബറൽ സ്വാധീനം, ഒരു വലതുപക്ഷ വ്യതിയാനം
ക്രോണി ക്യാപിറ്റൽ, ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ സാധ്യതകൾ. ഇനി പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തുകൊണ്ടും പ്രായോഗികമായി തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാനാവുമെങ്കിൽ നല്ലത്. BJPയോട് യോജിക്കാനാവുന്ന ഇടങ്ങളിൽ യോജിക്കാം, പരസ്യമായി തെറി പറയുകയും യോജിക്കാവുന്ന രീതിയിൽ രഹസ്യമായി വേറെ നിവൃത്തിയൊന്നുമില്ല യോജിച്ചു പോകാം എന്ന് നിലപാടെടുക്കുകയും ചെയ്യുന്ന തന്ത്രപരമായ പ്രായോഗികമായ സമീപനം. ഇത് കേരള ജനത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ്, അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വലിയ വിഷയമാവില്ല, ലോക്കൽ വിഷയങ്ങളാണ്. പക്ഷേ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊരു ട്രെൻഡാണ്. മെസ്സി എന്നതോ ലാലിസം എന്നതോ അല്ലെങ്കിൽ പലസ്തീൻ വിഷയം എന്നതോ മാത്രമല്ല, അതൊക്കെ നമ്മുടെ ചർച്ചയിൽ വന്നതുകൊണ്ട് പറയുകയാണ്. ഇതൊരു ട്രെൻഡിന്റെ ഭാഗമാണ്. ഈ ട്രെൻഡ് പ്രബുദ്ധരായ മലയാളി എങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷെ മലയാളിയുടെ അംഗീകാരം പ്രായോഗികതയ്ക്കുള്ള അംഗീകാരമായി CPM അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി. പക്ഷെ അവിടെയും CPIയുടെ രൂപത്തിൽ, രാഷ്ട്രീയ ജനതാദളിന്റെ രൂപത്തിലൊക്കെ തിരുത്തലിന്റെ ശബ്ദം മുന്നണിക്ക് ഉള്ളിൽ കേൾക്കുന്നു എന്നത് ശുഭോദർക്കമായ കാര്യമാണ്. എപ്പോഴും കമ്മ്യൂണിസ്റ്റ് രീതികളിൽ തിരുത്തലുകൾ, ഉള്ളിൽ നിന്നുകൊണ്ടുള്ള തിരുത്തലുകൾ ഉണ്ടാകണമല്ലോ. ഒരു മുന്നണി സംവിധാനത്തിൽ പ്രത്യേകിച്ചും ഈ തിരുത്തലാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത്. എത്രയോ തിരുത്തലുകളാണ്, ഈ നിരന്തരം തിരുത്താനുള്ള കഴിവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു പാർട്ടിക്കുള്ളിലെ തിരുത്തൽ മാത്രമാകുന്നില്ല. കമ്മ്യൂണിസം എന്ന് പറയുന്ന RSP കമ്മ്യൂണിസ്റ്റാണ്, CPM കമ്മ്യൂണിസ്റ്റാണ്, CPI കമ്മ്യൂണിസ്റ്റാണ്, RMP കമ്മ്യൂണിസ്റ്റാണ്, എത്രയോ സ്പ്ലിൻറ്റർ ഗ്രൂപ്പുകൾ, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ്. തിരുത്തലുകൾക്ക് വിധേയപ്പെടാൻ വിസമ്മതിക്കുന്ന, പ്രായോഗികതയ്ക്ക് ഊന്നൽ നൽകുന്ന CPMനോടുള്ള ജനങ്ങളുടെ നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രകടിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.